നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുക്കാൻ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്ന് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു കാണും. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റിനെ പറ്റിയിട്ട് കുറേ ഡൗട്ടുകൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ വൈസ് അല്ലെങ്കിൽ എക്സാം കലണ്ടറിനകത്ത് ഇതാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ രണ്ട് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. കാറ്റഗറി നമ്പർ 076/2022 011/2022. അപ്പം ശ്രദ്ധിക്കുക, ഇത് സ്പെഷ്യലാണ്, NCA നോട്ടിഫിക്കേഷനാണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പോയിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരാണ് അപേക്ഷകരെന്ന് പറയുന്നത്. ഇവിടെ 6532 അപേക്ഷകർ. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ സമയത്ത് വേക്കൻസി എത്രയുണ്ടായിരുന്നെന്ന് രണ്ട് കാറ്റഗറിയും നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ 1 ഏറ്റവും കൂടുതൽ അപേക്ഷകർ പോയിട്ടുള്ളത് ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ലാബ് അസിസ്റ്റന്റിനെ വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് നെയിം ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. സാലറി സ്കെയില് 27,900, 28,000 തൊട്ട് 63,700 രൂപ വരെയാണ് സാലറിയുടെ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 27 ആണ്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 27 പോസ്റ്റിലേക്കായിരുന്നു വേക്കൻ്റ് ആയിട്ട് കടന്നിരുന്നത്. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്നും കൂടാം. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് അയച്ചിരിക്കുന്ന വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. ഏകദേശം 27 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കൂടത്തേ ഉള്ളൂ കേട്ടോ, ഇവിടെ നിന്നും അങ്ങോട്ട് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അയച്ചവരെല്ലാം തന്നെ +2 പാസ് ആയവരായിരിക്കണം. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ സബ്ബായിട്ട് എടുത്ത് പഠിച്ച ആൾക്കാരായിരിക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തത് കാറ്റഗറി നമ്പർ 076/2022. നമ്മൾ പറഞ്ഞു NCA നോട്ടിഫിക്കേഷനാണ്. അവരുടെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെയാണ്. ഇതിൽ നിന്നും കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 39 വരെ ആയിരുന്നു ഏജ് ലിമിറ്റ്, സ്പെഷ്യൽ കാറ്റഗറി ആയതുകൊണ്ട്. ഇനി നമ്മൾ സിലബസിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് 27 വേക്കൻസി ഉണ്ട്, ഒരു വേക്കൻസി അല്ല. ഒരുപാട് പേര് ഒരു വേക്കൻസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഈ ജൂനിയർ അസിസ്റ്റന്റ് 2 കാറ്റഗറിയിലേക്കാണ് എക്സാം നടത്താൻ പോകുന്നത്. അതിനകത്ത് 011/2022 27 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മെയിൻ ടോപ്പിക്കിലേക്ക് നോക്കുന്ന സമയത്ത് 5 പാർട്ടായിട്ടാണ് സിലബസിനെ ഇവർ തിരിച്ചിരിക്കുന്നത്. 5 പാർട്ടിനകത്ത് 50 മാർക്കിന് MLT ആണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. 50 മാർക്ക്, അതായത് 50% ക്വസ്റ്റ്യൻസ് MLT PG ലെവലിലുള്ള MLT പോർഷൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. PG ലെവൽ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. MLT PG ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 50 മാർക്കിന്. ബാക്കി പാർട്ട് 4 പാർട്ടിൽ നിന്നും ഫിസിക്സ്, അത് +2 ലെവലേ ചോദിക്കുന്നുള്ളൂ. അത് +2 പുസ്തകത്തിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. +2 ലെവലുള്ള കെമിസ്ട്രി, +2 ലെവലിലുള്ള ബോട്ടണി, +2 ലെവലിലുള്ള സുവോളജി. അപ്പോൾ ഫിസിക്സിന് 15 മാർക്ക് ആയിരിക്കും, കെമിസ്ട്രിക്ക് 15 മാർക്ക്, ബോട്ടണിക്കും സുവോളജിക്കും 10 മാർക്ക് വെച്ച് 50 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്. അപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് MLT PG ലെവലിലേക്ക് പോകും. അപ്പോൾ MLTക്കാർ ശ്രദ്ധിക്കുക, MLT ഒക്കെ സ്പെഷ്യൽ എടുത്ത് ആൾക്കാർ ഇപ്പോൾ അയച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ PG ലെവലിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി PG ലെവലിലൊന്നും MLT കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് PG ലെവലിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും 10ാം ക്ലാസ് വരെ പഠിച്ചാൽ പോരാ, +2 ലെവൽ വരെയുള്ള പുസ്തകത്തിനകത്ത് നിന്ന് പഠിക്കണം. ഇനി സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. നമ്മൾ പറഞ്ഞു MLT 50 മാർക്കിന്. അപ്പം MLT അവർ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. മോഡ്യൂൾ 1 10 മാർക്ക്, മോഡ്യൂൾ 2 13 മാർക്ക്, അതുപോലെ മോഡ്യൂള് 3 15 മാർക്ക്. അപ്പോൾ ഓരോന്നിനും കാറ്റഗറൈസേഷൻ കൊടുത്ത് സബ്ബായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലിവർ ഫംഗ്ഷനും റിനൽ ഫംഗ്ഷനും അതർ പാരാമീറ്റർ, ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം PG ലെവലിലുള്ള MLTയുടെ പുസ്തകത്തിനകത്ത് കിട്ടുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. മോഡ്യൂൾ 4 12 മാർക്ക്, അത് മൈക്രോ ബയോളജിയാണ് കേട്ടോ. അതും ഇവരുടെ ടെക്സ്റ്റിൽ തന്നെയാണ്. മൈക്രോ ബയോളജി 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുപോലെ ഇത്രയുമാണ് PG ലെവലിൽ നിന്ന് വരുന്ന MLT. അപ്പോൾ MLTക്കാരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പം ജനുവരിയിലാണ് എക്സാം ഉള്ളത്. ഇനിയും ഒരു 2-2.5 മാസം, മാക്സിമം 3 മാസം അങ്ങനെ അറ്റം കിട്ടും. ഇനി ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് +2 ലെവലായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അതായത് +2 ലെവൽ, +1 +2 പുസ്തകം വൃത്തിയായിട്ട് പഠിക്കുക. 10ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാനമുള്ളവർ +1 +2 വൃത്തിയായിട്ട് പഠിക്കുക. അല്ലാത്തവർ ആ ഒരു അടിസ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം +1 +2 പഠിക്കുക.
ഇവിടെ 4 മാർക്കിന് യൂണിറ്റ് മെഷർമെൻറ്റ്സ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് +1 യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതുപോലെ കൈനമാറ്റിക്സ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ, അതായത് മോഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന്, പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സലറേഷൻ്റെ കൂട്ട് തന്നെ വെക്റ്റർ അഡീഷനും ഈ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും PSC ഇങ്ങനെ ഗ്രാഫിൻ്റെ കേസൊന്നും എടുത്തു പറയാറില്ല. പക്ഷേ ഈ ഒരു സിലബസിന് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇതെല്ലാം +1 പുസ്തകത്തിലുള്ളതാണ്. അതുപോലെ ലോസ് ഓഫ് മോഷന്, വർക്ക് എനർജി പവർ +1 ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ +1 പുസ്തകം. അതുപോലെ മെക്കാനിക്സ്, സോളിഡ്, ഫ്ലൂയിഡ് +2 പുസ്തകമാണ്. +2 ആണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് +1 +2 ഉണ്ട്. ഓസിലേഷൻ ആൻഡ് വേവ്സ് +2 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് +2 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇലക്ട്രോ ഡൈനാമിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി +2 ആണ്. ഇതെല്ലാം +2 വരുന്നതാണ്. ഒപ്റ്റിക്സിനകത്തു നിന്ന് 4 മാർക്ക്, റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ +2 പുസ്തകം എടുത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് വല്ല മാർഗവും ഉണ്ടോ? പ്രീവിയസ് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ മാറി വന്ന സിലബസ് പാറ്റേണിനകത്ത് നിന്നും അല്ലെങ്കിൽ ചോദ്യ പാറ്റേൺ മാറിയത് കൊണ്ട് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ 2018 പോലെയൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് ലെവലിൽ, അതായത് ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. വരാൻ പോകുന്ന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കടുകട്ടി ചോദ്യങ്ങളാവാനാണ് സാധ്യത. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പം ഫിസിക്കൽ കെമിസ്ട്രി 5 മാർക്ക്, അതുപോലെ ഇനോർഗാനിക് കെമിസ്ട്രി 5 മാർക്ക്, ഓർഗാനിക് കെമിസ്ട്രി 5 മാർക്ക്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കെമിസ്ട്രി പോർഷൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കെമിസ്ട്രി ഇപ്പോൾ ഫിസിക്സ് പറയുന്നത് കൂടി പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അവർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ 3 മോഡ്യൂളായിട്ട് ടോപ്പിക്സ് തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം +1 +2 അടിസ്ഥാനമാക്കിയാണ് പഠിക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടണി 10 മാർക്കിനാണ്. അതും +1 +2 ലെവലിൽ നിന്നുള്ളതാണ് പഠിക്കേണ്ടത്. ആദ്യം ബോട്ടണി ഒന്നും മീൻസ് ബയോളജി മൊത്തത്തിൽ അറിയാൻ വയ്യാത്തവർ 10ാം ക്ലാസ് 8, 9, 10 വായിച്ചതിന് ശേഷം +1 +2 പുസ്തകം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. NCERTക്ക് കൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഇത്രയുമാണ് പറയാനുള്ളത്. സുവോളജി ആണെങ്കിലും ഡീറ്റെയിൽഡ് ഒരു സിലബസ് ആണ്. ഡീറ്റെയിൽഡ് സിലബസ് ആകുമ്പോൾ 1 വേർഡിൽ പഠിച്ചു പോകാതെ എല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ എന്തൊക്കെയോ പഠിക്കുന്നതിനപ്പുറത്തോട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്തൊക്കെ രീതിയിലേക്ക് പഠിക്കുക. എങ്കിലേ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റൂ. പ്രത്യേകമായിട്ട് ഓർക്കുക, MLT PG ലെവൽ എന്ന് നമ്മുടെ എക്സാം കലണ്ടറിനകത്ത് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 50% മാർക്ക് PG ലെവൽ MLTയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അതൊന്ന് ഓർത്തിട്ട് വേണം പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.